ആലുംമൂട്ടിൽ മേട. ഈ മേട ഒരു പ്രേതാലയമായാണ് ഏവരുടെയും മനസ്സിൽ. വ്യക്തമായി പറഞ്ഞാൽ എക്കാലത്തെയും സൈക്കോ ത്രില്ലർ സിനിമയായ മണിച്ചിത്രത്താഴിലെ തമിഴ് നർത്തകിയായ നാഗവല്ലി കൊല ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ശരിക്കുള്ള സ്ഥലമാണ് പലരുടെയും മനസ്സിൽ ഈ ആലുംമൂട്ടിൽ മേട. പലരും പകൽ സമയങ്ങളിൽ ഒരു കൗതുക കാഴ്ച പോലെ ഈ മേട വന്ന് കാണാറുണ്ട്. എന്നാൽ രാത്രിയായാൽ ഭയമാണ് ഇങ്ങോട്ട് നോക്കാൻ കൂടി. കാരണം അസാധാരണമായ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടത്രേ. പലരും വിശ്വസിക്കുന്ന ഇക്കാര്യത്തിൽ സത്യമുണ്ടോ എന്ന് നോക്കാം. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മാവേലിക്കര റോഡിൽ മുട്ടം എന്ന ഗ്രാമത്തിലാണ് തലയെടുപ്പോടെ സ്ഥിതി ചെയ്യുന്ന ആലുംമൂട്ടിൽ മേട. എന്തുകൊണ്ടാണ് ഈ മനോഹരമായ മേട ആളുകൾക്കിടയിൽ ഭയമുളവാക്കുന്നത്? ശരിക്കും ഇവിടെ കൊലപാതകം നടന്നിട്ടുണ്ടോ? ശരിക്കും പ്രേതം ഉണ്ടോ ഇവിടെ? സത്യമാണ്, ഈ മേടയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അത് പകൽ പോലെ സത്യം. ഈ ദുരന്തത്തെ മേടയിലെ കുടുംബാംഗം കൂടിയായ മധുമുട്ടം എന്ന എഴുത്തുകാരൻ തൻ്റെ ഭാവനയിൽ മറ്റൊരു കഥയാക്കി മാറ്റിയപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന സിനിമ പിറന്നു. ഇതോടെ പലർക്കും ഈ മേട നാഗവല്ലി കൊല ചെയ്യപ്പെട്ട മേടയായി മാറി. എന്നാൽ നാഗവല്ലി എന്നത് ഒരു സൃഷ്ടി മാത്രമാണ്. ഇവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ആലുംമൂട്ടിൽ മേടയിലെ കാരണവരാണ്. ആ കഥ ഇങ്ങനെ. രാജഭരണകാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ചാന്നാൻ സ്ഥാനം നൽകി ആദരിച്ചയാളായിരുന്നു ഈഴവ സമുദായത്തിൽപ്പെട്ട കൊച്ചുകുഞ്ഞു കാരണവർ. സമ്പത്തിൻ്റെ കാര്യത്തിൽ രാജാവിന് മുകളിലായിരുന്നു ഈ കുടുംബം. അക്കാലത്ത് സ്വന്തമായി കാറ് വരെയുള്ള കുടുംബമായിരുന്നു ഇത്. മരുമക്കത്തായം നിലനിന്നിരുന്ന സമയം തൻ്റെ സ്വത്തുക്കൾ മക്കൾക്ക് കാരണവർ കൊടുക്കാൻ തീരുമാനിച്ചുവത്രേ. കാരണവരുടെ ഈ തീരുമാനം മരുമക്കളെ ശത്രുക്കളാക്കി മാറ്റി. പിന്നീട് ഇവർ ഗൂഢാലോചന നടത്തി കാരണവരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്രേ. ഇതിനുശേഷം ഈ മേടയിൽ ആരും സ്ഥിരമായി താമസിച്ചിട്ടില്ലെന്നും പറയപ്പെടുന്നു. ആലുംമൂട്ടിൽ മേടയിലെ തന്നെ കുടുംബാംഗമായ മധുമുട്ടം എന്ന എഴുത്തുകാരൻ തൻ്റെ കുടുംബത്തിലുണ്ടായ ദാരുണ സംഭവത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ പിറന്നതാണ് നാഗവല്ലി എന്ന കഥാപാത്രം. ഈ കഥ ഫാസിൽ എന്ന അതുല്യ പ്രതിഭയായ സംവിധായകൻ മണിച്ചിത്രത്താഴ് എന്ന സൈക്കോ ത്രില്ലർ സിനിമയാക്കി മാറ്റിയപ്പോൾ പലർക്കും നാഗവല്ലി കഥ ആലുംമൂട്ടിൽ മേടയിൽ നടന്ന സംഭവമായി മാറി. നമസ്കാരം, എൻ്റെ പേര് അനിൽകുമാർ. ആലുംമൂട്ടിൽ കുടുംബാംഗമാണ്. ഞാൻ റിട്ടയർഡ് ബാങ്ക് മാനേജറാണ്. ആലുംമൂട്ടിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിനെ പറ്റി യൂട്യൂബിലും മറ്റ് മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ കാണുന്നത് ആലുംമൂട്ടിൽ മനയെന്ന് മീഡിയയിൽ കവർ ചെയ്ത് വരുന്ന ആലുംമൂട്ടിൽ മേട എന്ന് പറയുന്ന കെട്ടിടമാണ്. ഇതിനെ ബന്ധപ്പെടുത്തിയാണ് ഫാസിൽ സംവിധാനം ചെയ്ത മധുമുട്ടത്തിൻ്റെ മണിച്ചിത്രത്താഴ് എന്ന കഥ രൂപീകൃതമായതെന്നാണ് എല്ലാവരും എഴുതുന്നത്. പക്ഷേ അത് തന്നെ ബേസിക്കലി തെറ്റാണ്. കാരണം മധു സാറ് ഞങ്ങളുടെ കുടുംബാംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഭാവന രീതി സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അല്ലാതെ ഇവിടെ നടന്ന സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ ഒരു കൊലപാതകം നടന്നെന്നുള്ള ഒരു സത്യമാണ്. അത് വേറെ വിഷയമാണ്, പെൺ വിഷയമേ അല്ല, നർത്തകിയുമായിട്ടുള്ള ബന്ധമേ അല്ല. പല ആൾക്കാരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഒരു സ്ത്രീ വിഷയമായിട്ടുള്ളൊരു കൊലപാതകം നടന്ന് അതിൻ്റെ കഥയാണ് മധു സാറ് ഇങ്ങനെ മണിച്ചിത്രത്തായിട്ട് അവതരിപ്പിച്ച നാഗവല്ലി എന്നുള്ള ഒരു കഥാപാത്രത്തിന് രൂപം കൊടുത്തതെന്ന് പറയുന്നത് 101% സത്യവിരുദ്ധമാണെന്നുള്ള കാര്യമാണ് എനിക്ക് ഇത് കാണുന്ന ആൾക്കാരോട് പങ്കിടാനുള്ളത്. ഇതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ഇല്ല. ഞങ്ങളൊക്കെ കൊച്ചിലെ മുതലേ കളിച്ചു വളർന്ന മിറ്റമാണ് ഈ ആലുംമൂട്ടിൽ മേടയുടെ പിൻവശത്ത് കാണുന്ന മിറ്റം. അതുപോലെ തന്നെ ഇപ്പോഴും ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടികളും എല്ലാം ക്രിക്കറ്റ് കളിക്കുന്ന ഈ മിറ്റത്താണ്. അതുപോലുള്ള എല്ലാ കാര്യത്തിനും ആൾക്കാർ വരുന്നുണ്ട്. ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതിനൊന്നും ഒരു പ്രശ്നമില്ലാത്തതാണ്. ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള അപ്ലോഡ്സാണ് കാണുന്നത്. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമുള്ള മേടയല്ല എൻ്റെ പുറകിൽ കാണുന്ന ആലുംമൂട്ടിൽ മേട. മുട്ടത്തിനടുത്താണ് ഈ മേട സ്ഥിതി ചെയ്യുന്നത്. കഥ എഴുതിയ ശ്രീ മധുമുട്ടവും സമ്മതിക്കുന്നു. അക്കാലത്ത് മണ്ണെണ്ണ വിളക്കും താനും മാത്രമുള്ളപ്പോൾ ഭാവനയിൽ വിടർന്ന ഒരു കഥാപാത്രമാണ് നാഗവല്ലി എന്ന്. എന്തുമാകട്ടെ, ഒന്ന് പറയാം, എല്ലാവരും ഈ ആലുംമൂട്ടിൽ മേട വന്നൊന്ന് കണ്ടു നോക്കണം. അതിൻ്റെ മനോഹാരിത നിങ്ങൾ കണ്ടു തന്നെ അറിയണം. കയറി വരുന്ന വഴിയിൽ നിന്ന് ദൂരക്കാഴ്ചയായി മേട കാണാൻ കഴിയും. അടുത്തെത്തിയാൽ ഇടതുവശത്തായി ഒരു 4 കെട്ട് കാണാം. പണ്ടിത് 8 കെട്ടായിരുന്നു അത്രേ. വലതുവശത്ത് ധാന്യപ്പുര കാണാം. 4 കെട്ടിൻ്റെയും ധാന്യപ്പുരയുടെയും മധ്യത്തു കൂടി നടന്നു നീങ്ങിയാൽ തലയെടുപ്പോടെ നിൽക്കുന്ന ആലുംമൂട്ടിൽ മേടയ്ക്ക് മുന്നിലെത്തും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.